Dear students, good morning all. In the last class, we are discussed on School of Management Thought, a brief description. Now we are going to discuss a detailed study of Schools of Management Thought. Then, there are number of schools of management thoughts are available. Now, number one, the Management Process School. The Management Process School. Then what do you mean by, or what are the theme of Management Process School? Then why are you called management as a management process school or management process approach? According to this school of management can be, or according to this school management can be studied in terms of the process that it involves. That means school management can be studied in terms of the process that involves. ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ് അപ്രോച്ചിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോസസ് സ്കൂളിലൂടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതൊരു പ്രോസസ്സാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒന്നിലധികം പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആണ് മാനേജ്മെന്റ് എന്നാണ് ഏതിൽ പറയുന്നത്, മാനേജ്മെന്റ് പ്രോസസ് സ്കൂളിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോസസ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് മാനേജ്മെന്റിന്റെ പ്രോസസ് അല്ലെങ്കിൽ എന്തെല്ലാമാണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് the major management process consists of planning, organizing, staffing, directing and controlling. Then ഇത്തരത്തിലുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്നതാണ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ അഥവാ മാനേജ്മെന്റ് പ്രോസസ് അപ്രോച്ചിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഒരു പ്രോസസ് സ്കൂളാണ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒത്തിരി പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒത്തിരി ഫങ്ഷൻസിന്റെ അല്ലെങ്കിൽ ഒത്തിരി പ്രോസസ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ ആ പ്രോസസ്സുകൾ നമുക്കറിയാം. അതായത് ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ഓർഗനൈസിങ് ആണ്, സ്റ്റാഫിംഗ് ആണ്, ഡയറക്റ്റിംഗ് ആണ്, കൺട്രോളിംഗ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് എന്ത്, മാനേജ്മെന്റ്. അതാണ് മാനേജ്മെന്റ് ആസ് എ പ്രോസസ് സ്കൂൾ അപ്രോച്ച് എന്ന് പറയുന്നത്. Then process school has developed some universal principles. നമുക്കറിയാം മോഡേൺ മാനേജ്മെന്റിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരാണ്, FW ടൈലർ ആണ്. അപ്പോൾ FW ടൈലറിന്റെ കോൺസെപ്റ്റിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ മോഡേൺ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഹെൻറി ഫയോളാണ്. അപ്പോൾ ഹെൻറി ഫയോളിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ FW ടൈലറിന്റെ ഭാഗത്ത് ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസും അതായത് ഒത്തിരി പ്രോസസ്സും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ് എന്ത്, മാനേജ്മെന്റ് എന്നാണ് ഏതിൽ പറയുന്നത്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിലെ മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ അഥവാ മാനേജ്മെന്റ് പ്രോസസ് അപ്രോച്ചിലൂടെ ഡിഫൈൻ ചെയ്യും. സെക്കൻഡ് വൺ, the empirical school. According to this school, management is the study of the experiences of managers in the past. It is in a way look past policy for solving current problems. The main technique suggested by this school is the case study method. The main contributors of this thought are Ernest Dale, Harvard Business School and Management Association of many countries. Okay, അപ്പോൾ എന്താണ് എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് അഥവാ എംപിരിക്കൽ സ്കൂൾ അപ്രോച്ച് എന്ന് പറഞ്ഞു. ഇവിടെ മാനേജ്മെന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് മാനേജേഴ്സിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. കറണ്ട് പീരിയഡിൽ ഉണ്ടാവുന്ന കേസുകളെ ഓവർകം ചെയ്യാൻ മാനേജേഴ്സിൻ്റെ പാസ്റ്റ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൻ്റെ, അത് സക്സസ് എക്സ്പീരിയൻസ് ആവാം, ഫെയിലിയർ എക്സ്പീരിയൻസ് ആവാം, അപ്പോൾ അതിൽ സക്സസ് ആയിട്ടുള്ള കേസുകൾ
അല്ലെങ്കിൽ ആ സക്സസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവരെന്ത് ചെയ്യുന്നു, പ്രസന്റ് ടൈമിൽ അല്ലെങ്കിൽ കറണ്ട് പീരിയഡിൽ അല്ലെങ്കിൽ കറണ്ട് ടൈമിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് ഈ എംപിരിക്കൽ സ്കൂൾ ഓഫ് മെത്തേഡിൽ അല്ലെങ്കിൽ അപ്രോച്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, മാനേജ്മെന്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ എക്സ്പീരിയൻസസ് ഓഫ് മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അവർ ഒത്തിരി കാലങ്ങളിൽ മാനേജർ പോസ്റ്റിൽ ഇരുന്നപ്പോൾ അപ്പോൾ ആ ഒരു മാനേജർ ലൈഫിൽ അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസിനെ സ്റ്റഡി ചെയ്യലാണ് ഈ എംപിരിക്കൽ സ്കൂൾ അപ്രോച്ച് എന്ന് പറയുന്നത്. Then it is in a way look past policy for solving current problems. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റിൽ അവർക്കുണ്ടായിട്ടുള്ള സെയിം റീസൺസിൻ്റെ സൊല്യൂഷൻസ് എന്താണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് എംപിരിക്കൽ സ്കൂൾ അപ്രോച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ the main technique suggested by the school is the case study method. അതാണ് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഓരോ കേസുകളിൽ എന്ത് സൊല്യൂഷൻസ് ആണോ കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പോൾ ആ മാനേജേഴ്സിന് അയാളുടെ മാനേജിങ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഒരു മാനേജീരിയൽ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തപ്പോൾ അയാൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അയാൾ എന്ത് ചെയ്യുന്നു, കറണ്ട് പീരിയഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അത് എല്ലായിടത്തും എന്താവില്ല, അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതായത് ഡൈനാമിക് ആണ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹാബിറ്റ്, അവരുടെ ടേസ്റ്റ്, അവരുടെ പ്രോബ്ലംസ്, ഇതൊക്കെ എന്താണ് ഡേ ബൈ ഡേ ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ ഇതേ നേച്ചറിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസിനെ ഓവർകം ചെയ്യാൻ ഈ സൊല്യൂഷനാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു സന്ദർഭങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എംപിരിക്കൽ മെത്തേഡിൽ മാനേജറിൻ്റെ മാനേജീരിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓൾ എക്സ്പീരിയൻസസും കറണ്ട് പീരിയഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. അപ്പോൾ പാസ്റ്റിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ജനറേഷനിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള സിസ്റ്റം ഇത്തരത്തിലുള്ള, അതായത് ഒരു ന്യൂ ജനറേഷനിൽ അപ്ലൈ ചെയ്താൽ അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഡൈനാമിക് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ഒരു ഡീമെറിറ്റ് ഈ എംപിരിക്കൽ അപ്രോച്ചസിലുണ്ട്. ദെൻ ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദിസ് തോട്ട്, ദാറ്റ് മീൻസ് ദ എംപിരിക്കൽ സ്കൂൾ ആർ ഏണസ്റ്റ് ഡെയിൽ, Harvard Business School and Management Association in many countries. That means ലോകത്തിലെ വലിയ ബിസിനസ് സ്കൂളായിട്ട് അറിയപ്പെടുന്നതാണ് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ. ദെൻ അതുപോലെ ഓരോ കൺട്രീസിലും ഉണ്ടാകുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻസുകൾ, അതുപോലെ ഏണസ്റ്റ് ഡെയിൽ, ഇവരാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന എംപിരിക്കൽ സ്കൂൾ ഓഫ് അപ്രോച്ചിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും കണ്ടു. മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി മാനേജീരിയൽ പൊസിഷനിൽ ഇരുന്നു കൊണ്ടുള്ള എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് കേസിലും മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണ്, ഈ ക്വിക്ക് ഡിസിഷൻസ് എല്ലാ കേസുകളിലും അല്ലെങ്കിൽ എല്ലാ പീരിയഡുകളിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ കേസസിലും അതുണ്ടാവില്ല, സക്സസ് ആയിക്കോളുന്നില്ല. അങ്ങനെ ഒരു മെറിറ്റും ഡീമെറിറ്റും കൂടി ഈ എംപിരിക്കൽ സ്കൂൾ ഓഫ് അപ്രോച്ചിന് ഉണ്ട്. ദെൻ തേർഡ് പാർട്ട്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് തോട്ട്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് അപ്രോച്ച്. ദെൻ എന്താണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ നമുക്ക് ഈ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, ബിഹേവിയർ. അപ്പോൾ ബിഹേവിയറിനെ ഓരോ ആളുകളുടെയും സ്വഭാവത്തിനെ പഠനത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയറിനെ, ഓരോ മനുഷ്യൻ്റെയും രീതികൾ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചസ്, അവരുടെ ടേസ്റ്റ്, അവരുടെ ഹാബിറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവല്, ഇതൊക്കെ അവരുടെ ക്വാളിറ്റീസ്, അതുപോലെ സ്കിൽസ്, ഇതൊക്കെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് വേസിലായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അതിനെ ബിഹേവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീമാണ് അല്ലെങ്കിൽ ഒരു ഇവൻ്റാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത് എന്ത്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നോക്കാം.
According to the school, management is a study of the behavior of the people at work. അപ്പം എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് നടത്തുന്ന ഓരോ ആളുകളുടെയും ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യലാണ് ഏതിൽ ചെയ്യുന്നത്, ഈ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ദ മെയിൻ ഫോക്കസ് ഈസ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളും ഐക്യത്തോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാ ആളുകളിലും നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നല്ല ആക്റ്റീവായിട്ട് ഒരു പ്രോഗ്രാമിന് ഇൻവോൾവ് ആയാൽ അതിൻ്റെ റിസൾട്ട് ആ ക്ലാസ് റൂമിന് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള എല്ലാ ആളുകളും ഇന്റർ കണക്റ്റഡ് ആയിക്കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാവരും കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഠിനമായ പ്രവർത്തനങ്ങൾ ഓരോ ആളുകളും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ഗുഡ് റിലേഷൻ ലീഡ്സ് ടു ഗുഡ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ നല്ല ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേസമയം നമ്മൾ എക്സാം ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാം ഫേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും അവരവരുടെ സൈറ്റിൽ, അതായത് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്ലേസിൽ അവർ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിച്ച് എക്സാം ഫേസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ എന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ആംഗിളിലാണ് ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് അപ്പിയർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ആംഗിളിലാണ്. പക്ഷെ അവിടെ എന്തുണ്ടാവുന്നില്ല, ഈ പറഞ്ഞ പോലെ ഗുഡ് റിലേഷൻ അല്ലെങ്കിൽ എല്ലാവരുടെയും മോട്ടീവ് എക്സാം പാസ്സാവാല. പക്ഷെ ആ പാസ്സായി റിസൾട്ട് വരുന്നത് ഡിഫറെൻറ്റ് ലെവലിലാണ്. ദാറ്റ് മീൻസ് 50% ഉള്ളവരുണ്ടാവും, 55 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട്, 75 ഉണ്ട്. അതേസമയം ഒരു ക്ലാസ് റൂമിൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതിന് വേണ്ടി എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ് റിലേഷൻ ലീഡ്സ് ടു ഗുഡ് റിസൾട്ട്. ഓക്കെ, ദെൻ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആർ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലൂടെ പറയുന്നത്, അതായത് ഒരു മാനേജ്മെന്റ് തലത്തിലിരിക്കുന്ന ആൾ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്താണ്, സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് മീൻസ് മോട്ടിവേഷൻ. ഇപ്പോൾ നല്ല മോട്ടിവേഷൻ കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഒരു എന്താ പറയുക, ഒരു 7% അല്ലെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ 50% മോട്ടിവേഷൻ കൊടുത്താൽ നന്നായി ആക്റ്റീവ് ചെയ്യുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അവരുടെ തോത് അനുസരിച്ച് കൊണ്ട് ഗുഡ് മോട്ടിവേഷൻ ടെക്നിക്സ്. ദെൻ ഗുഡ് ലീഡർഷിപ്പ്. നല്ല ഒരു ലീഡർഷിപ്പ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ കടന്നു വരികയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഫോളോവേഴ്സിനെ അയാളുടെ നേരെ കൊണ്ടുവരാനും അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അതായത് ലീഡർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ അച്ചീവ് ചെയ്യും എന്ത്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോൾസ്. അപ്പോൾ നല്ല ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ വർക്കേഴ്സ്. അപ്പോൾ ആ വർക്കേഴ്സിൻ്റെ ഇടയിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓരോ ആളുകൾക്കും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, ഇൻഫോർമേഷൻ എന്താണോ അത് ഓട്ടോമാറ്റിക്കലി നിയറസ്റ്റ് പേഴ്സണ് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാകും. ദെൻ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. എന്താ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്കില്ലും അവരുടെ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും അവരുടെ കറേജും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് അവരുടെ എബിലിറ്റി, ഓരോ കേസിനെ ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതൊക്കെ സ്ട്രെങ്ത്, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മാനേജ്മെന്റിൽ ഡിസിഷൻസ് എടുക്കുന്ന ഭാഗത്തും കൺസിഡർ ചെയ്തു പോകും. അപ്പോൾ കുറച്ചും കൂടിയും എംപ്ലോയീസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്നെയും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് മെന്റലി ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് അക്വയർ ചെയ്യാനൊരു അവസരം ഉണ്ടാവും. ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും ആരെയും വേർപ്പെടുത്തി നിർത്താതെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളിലായിട്ട് ഓരോ ആളുകളെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആർ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. ഓക്കെ, here human beings
to be the most important resources of an enterprise. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ, ഹ്യൂമൻ ബീയിങ്സിനെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന മാക്സിമം മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മാനേജ്മെൻറ്റിലെ ഒരു പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഹ്യൂമൻ ബീയിങ്സിനെ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ആരാണ് ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് അപ്രോച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം ആരുടെ പക്കൽ നിന്നാണ്? ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എൽട്ടൺ മായോ ആൻഡ് എബ്രഹാം. ദാറ്റ് മീൻസ് എബ്രഹാം മാസ്ലോ. അപ്പോൾ മാസ്ലോസിൻ്റെ നീഡ് ആൻഡ് ഹയറാർക്കി തിയറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹാബിറ്റ് അനുസരിച്ച് കൊണ്ടാണ് എബ്രഹാം മാസ്ലോസ് എന്ത് ചെയ്തത്, നീഡ് ആൻഡ് ഹയറാർക്കി തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെയും ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ എൽട്ടൺ മായോയും അതുപോലെ എബ്രഹാം മാസ്ലോയുമാണ് ഈ പറയുന്ന ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് അപ്രോച്ച് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ സ്കൂൾ സിസ്റ്റം. എന്താണ് സോഷ്യൽ സ്കൂൾ സിസ്റ്റം എന്നതിലൂടെ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒരു സോഷ്യൽ സിസ്റ്റം ആണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഓർഗനൈസേഷൻ ഈസ് എ സോഷ്യൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് various groups of people. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ ബികോം എന്ന് പറയുന്നതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ? ബികോം ഫിനാൻസും ബികോം സി എ. അപ്പോൾ ബികോമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബികോം സി എയിലെ കുട്ടികളുടെ റിസൾട്ടും ബികോം ഫിനാൻസിലെ കുട്ടികളുടെ റിസൾട്ടും ഈക്വലായി വരണം. അപ്പോൾ കോളേജിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, ബികോമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, BBAൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ബികോമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബികോം ഫിനാൻസിൻ്റെയും ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും റിസൾട്ടാണ്. അപ്പോൾ അവിടെ 2 ഗ്രൂപ്പാണ്, ബികോമിൽ തന്നെ 2 ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നിടത്ത് ദെൻ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് വാരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒത്തിരി ഗ്രൂപ്പ്സ്. ഇപ്പോൾ നമ്മൾ 10th പഠിക്കുന്ന സമയം, 10th ഓരോ സ്കൂളുകളിലും ഇപ്പോൾ A ലെറ്റർ മുതൽ P ലെറ്റർ വരെ അല്ലെങ്കിൽ K ലെറ്റർ വരെ M ലെറ്റർ വരെയൊക്കെ ക്ലാസ്സുകളുണ്ടാവും, ഡിവിഷനുകളുണ്ടാവും. അപ്പോൾ SSLCയുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഓരോ ക്ലാസ് റൂമിലെയും അതായത് A to M ഡിവിഷൻ വരെയുള്ള ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ റിസൾട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വാരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആ സ്കൂളുകളിലെ 10th പാസ് ഔട്ട് ആവുന്ന അല്ലെങ്കിൽ 10th എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ ഡിഫറെൻറ്റ് ക്ലാസ് റൂമിലുള്ള ഗ്രൂപ്പാണ് ഇവിടെ മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ കൺസിസ്റ്റിംഗ് ഓഫ് വാരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. Then this lays its focus on the cultural factors in the working of an organization. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട്, അതായത് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകൾ എന്ത് ചെയ്യുന്നു, അവരിൻ്റേതായ ഒരു ഗുഡ് ഫ്രണ്ട്ലി കൾച്ചറൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അതൊരു ഫ്രണ്ട്ലി ബേസ്ഡുള്ള റിലേഷൻഷിപ്പ്. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അതേസമയം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലുള്ള മെമ്പേഴ്സ് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായും അനദർ ഗ്രൂപ്പ്സിലുള്ള മെമ്പേഴ്സുമായും ഇൻഫോർമലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഗുഡ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, of an organization. Then efficiency is more a matter of cultural harmony in between the groups of people at work. അപ്പോൾ എന്തായിരിക്കും, നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹാബിറ്റ് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ക്രിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് എന്തായിരിക്കും, മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആവും. ദെൻ ചെസ്റ്റർ ബെർണാർഡ് ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നുള്ള ക്വസ്റ്റ്യന് എക്സാമിന് 1 വേർഡിന് ചോദിച്ചേക്കാം. ദാറ്റ് മീൻസ് സോഷ്യൽ സ്കൂൾ ഓഫ് സിസ്റ്റം മാനേജ്മെൻറ്റ് തോട്ട്
Who is the founder? That means answer is Chester Bernard. അപ്പോൾ ചെസ്റ്റർ ബെർണാർഡ് ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഫൗണ്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ സോഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഒരു സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകളായിട്ട് ചെറു ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത് സോഷ്യൽ സ്കൂൾ സിസ്റ്റം എന്ന അപ്രോച്ചിൽ നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നത്. ഓക്കെ, ഫിഫ്ത്ത് മെത്തേഡ് അല്ലെങ്കിൽ ഫിഫ്ത്ത് തിയറി എന്ന് പറയുന്നത് ഡിസിഷൻ തിയറി സ്കൂൾ അഥവാ ഡിസിഷൻ തിയറി സ്കൂൾ ഓഫ് തോട്ട്. ദിസ് എംഫസൈസസ് ദ ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് ദി മാനേജർ. ദിസ് എംഫസൈസസ് ഇത് ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഇതിന് ഇമ്പോർട്ടൻസ് നൽകുന്നത് ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് ദി മാനേജർ. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കറാണ്. ദാറ്റ് മീൻസ് right decision at the right time to solving or to achieving the organizational objective. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കറാണ് മാനേജർ എന്ന് പറയുന്നത്. സോ ദിസ് എംഫസൈസസ് ദ ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് ദി മാനേജർ. എ മാനേജർ ഈസ് എസെൻഷ്യലി എ ഡിസിഷൻ മേക്കർ. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു പീറ്റർ ട്രക്കർ ആണ് ഏത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ദെൻ ഡിസിഷൻ മേക്കിംഗ് തിയറി അല്ലെങ്കിൽ ഡിസിഷൻ തിയറി സ്കൂള് അല്ലെങ്കിൽ ഡിസിഷൻ തിയറി സ്കൂൾ അപ്രോച്ചസ് അല്ലെങ്കിൽ തോട്ട്സ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? പീറ്റർ ട്രക്കർ ആണ്. ഓക്കെ, അപ്പോൾ പീറ്റർ ട്രക്കർ എങ്ങനെയാണ് ഈ തിയറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് എവർ എ മാനേജർ ഡസ്, എന്താണ് ഒരു മാനേജർ ചെയ്യുന്നത്? ഡസ് ത്രൂ മേക്കിംഗ് ദ ഡിസിഷൻസ്. ഓരോ പ്രവൃത്തിയും എന്തായിരിക്കണം? ഡിസിഷൻസിലൂടെ ആയിരിക്കണം. ദാറ്റ് മീൻസ് റൈറ്റ് ഡിസിഷൻസിലൂടെ ഓരോ പ്രവൃത്തിയും എന്ത് ചെയ്യണം? മാനേജർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്കറാണ് ഏത്? മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു മാനേജറിന്റെ ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള മാനേജേഴ്സിന്റെ ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാനേജേഴ്സ് റൈറ്റ് ഡിസിഷൻ എടുത്താൽ റൈറ്റ് അച്ചീവ്മെന്റ് ഏതിനുണ്ടാവും? ഓർഗനൈസേഷൻസിനുണ്ടാവും. അപ്പോൾ ആ ഒരു മാനേജർ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും ഡിസിഷൻസ് എടുക്കാൻ. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ആളുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസിൽ മാനേജ്മെന്റിന്റെ ഗുഡ് വില്ല് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് അത് അച്ചീവ് ചെയ്യുന്ന തരത്തിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ടൈം മിനിമൈസ് ചെയ്തുകൊണ്ട് ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷനാണ് എന്ത് ചെയ്യുക? അതിൽ നിന്നും റൈറ്റ് മാനേജർ സെലക്ട് ചെയ്തു പോവുക. അങ്ങനെയുള്ള ഒരു പോളിസിയാണ് ഏത്? ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ തിയറി സ്കൂൾ ഓഫ് തോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അതാണ് മാനേജ്മെന്റ് എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അതായത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സ് അവൈലബിൾ ആകുമ്പോൾ അതിൽ നിന്നും റൈറ്റ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് റൈറ്റ് ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മാനേജറിന്റെ ഡിസിഷൻ മേക്കിംഗ് റോളാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ മേക്കിംഗ് ദ ഡിസിഷൻസ് the success of a manager is judged by this ability to take the right decision at the right time. അപ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഒരു മാനേജറിന്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആകുമ്പോൾ അതിൽ നിന്നും ഫോമിന് ഉതകുന്ന അല്ലെങ്കിൽ ഫോമിന് ബെറ്റർ ആവുന്ന തരത്തിലുള്ള റൈറ്റ് ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ എടുത്തിട്ട് അതെന്ത് ചെയ്യണം? ഏത് ഓർഗനൈസേഷനാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനാണോ അല്ലെങ്കിൽ ഏത് തീമിനാണോ അത് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിസിഷൻ തിയറി സ്കൂൾസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Then next school of thought, mathematical school approach. The mathematical school approach. According to this school, mathematical tools or techniques should be used for solving managerial problems. അപ്പോൾ മാനേജീരിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഇപ്പോൾ ക്യൂൻ തിയറി, ഗെയിം തിയറി,
സിമുലേഷന് ഇങ്ങനെ കണ്ട മാത്തമാറ്റിക്കൽ ടെക്നിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജീരിയൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മാനേജ്മെൻറ്റിലുണ്ടാകുന്ന പ്രോബ്ലംസിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മാത്തമാറ്റിക്കല് ടൂൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കല് ടെക്നിക്സ് എടുത്തുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്തു പോകണം എന്നാണ് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലേക്ക്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ക്വാണ്ടിറ്റി ബേസിലുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ലെവലിലേക്ക് ഈ പ്രോബ്ലത്തിനെ മാറ്റിയിട്ട് അതിന് ആ ഒരു ക്വാണ്ടിറ്റി അളവിലുള്ള പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ ആവശ്യമായ ടെക്നിക്സുകൾ, അതായത് അല്ലെങ്കിൽ മെത്തേഡുകൾ, അതായത് മാത്തമാറ്റിക്കൽ ടൂൾസുകൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ പ്രോബ്ലംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ ടെക്നിക്സിലൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് മാനേജ്മെൻറ്റ് മാത്തമാറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എന്നതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ the main contributor of these schools are Joel Dean, Newman and Hicks, then and others. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ്, അതായത് ജോൾ ഡീനും അതുപോലെ ന്യൂമൻ ആൻഡ് ഹിക്സും ദെൻ അതേഴ്സും ആണ് ഏത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റിന് മാത്തമാറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാനേജീരിയൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്തു പോകണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Then seventh school of thought, the system approach school. The system approach school. Okay. According to this school, management is a system made up of a number of subsystems. This school suggests an integrated approach for solving managerial problems. എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സബ് സിസ്റ്റത്തിനെ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സബ് സിസ്റ്റം. അപ്പോൾ നമ്പർ ഓഫ് സബ് സിസ്റ്റംസ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കോളേജ് എടുക്കാം. നമ്മുടെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിനകത്തുള്ള ടോട്ടൽ കോഴ്സുകൾ, ദെൻ BCom, BBA, ദെൻ BSc കമ്പ്യൂട്ടർ സയൻസ്, ദെൻ BCA, then psychology, BA literature, then different streams അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രീംസുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഴുവൻ സബ് സിസ്റ്റത്തിൻ്റെയും റിസൾട്ടാണ് കോളേജിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓരോ സിസ്റ്റവും അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻസ് ഉണ്ടാവണം. That means commerce department, science department, psychology department, literature department, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, അതായത് ആ സബ്സിസ്റ്റത്തിൻ്റെ ദിസ് സ്കൂൾ സജസ്റ്റ് ഇൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ സോൾവിങ് മാനേജീരിയൽ പ്രോബ്ലംസ്. അപ്പോൾ ഓരോ സബ്സിസ്റ്റത്തിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവിടെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോളേജിൻ്റെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഇതാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു സബ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോ സബ് സിസ്റ്റത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അത് സോൾവ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞാൽ ഓവറോൾ എഫിഷ്യൻസി എന്തായിരിക്കും, ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ പറയുന്ന സിസ്റ്റം അപ്രോച്ച് സ്കൂൾ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ദാറ്റ് മീൻസ് ഒരു സബ് സിസ്റ്റം ടോട്ടലി മാനേജ്മെൻറ്റിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സബ് സിസ്റ്റത്തിനകത്തും അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കൊമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല സൈക്കോളജിക്ക്, സൈക്കോളജിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല ലിറ്ററേച്ചറിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല കമ്പ്യൂട്ടർ സയൻസിനുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിൽ. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സൈക്കോളജിയിലുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു ലാബറട്ടറീൻ്റെ റിസൾട്ട് അല്ല അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ല കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഡിഫറെൻറ്റ് തരത്തിലാണ്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഓവറോൾ റിസൾട്ട് ഓക്യുപ്പൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ സബ്സിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രേഷനിലൂടെയാണ്. അപ്പോൾ സബ്സിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രേഷൻസിനെ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് സിസ്റ്റം അപ്രോച്ച് സ്കൂൾ. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സബ്സിസ്റ്റത്തിൻ്റെ കോർഡിനേഷൻ ആണ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് 8th സ്കൂൾ ഓഫ് തോട്ട്, കണ്ടിൻജൻസി അപ്രോച്ച് സ്കൂൾ.
contingent, that means depend upon the situations. Okay, according to this contingency approach school, management problems are different under different situations. മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് ഡിഫറെന്റ് സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഡിഫറെന്റ് സിറ്റുവേഷൻ ഡിമാൻഡ് ഡിഫറെന്റ് സൊല്യൂഷൻ. അപ്പോൾ ഒരു എന്താ പറയുക, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സിറ്റുവേഷൻ ബേസിൽ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണം.